അപ്പോൾ ഇത് പുതിയ ചിന്തകളാണ്. പുതിയ ചിന്തകളെ ഉണർത്തുന്നത് നിങ്ങളുടെ മുന്നിലുള്ള ഗാഡ്ജസ്റ്റുകളാണ്. ഗാഡ്ജസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കേമന്മാരാകുന്നത് ഇവിടെ ഇരിക്കുന്ന മുതിർന്നവരേക്കാൾ കൂടുതൽ നമുക്ക് ധൈര്യമുണ്ടെന്നും നമുക്ക് വീര്യമുണ്ടെന്നും നമുക്കൊക്കെ തന്നെ പുതിയ അറിവുകളുണ്ടെന്നും ഞങ്ങൾ കേമന്മാരാണെന്നും ഒക്കെ തന്നെ തെളിയിക്കുന്നത് നമ്മളുടെ മുന്നിലുള്ള നമ്മളുടെ കയ്യിലിരിക്കുന്ന എപ്പോഴും പുനരിക്കുവാൻ ശേഷി വർദ്ധിപ്പിക്കുന്ന ശേഷിയല്ല, അതൊരു നിങ്ങളുടെ പോരായ്മയാണ്, വർദ്ധിപ്പിക്കുന്ന ഗാഡ്ജസ്റ്റുകളാണ്. ആ ഗാഡ്ജസ്റ്റ് വലിയ പ്രശ്നങ്ങളാണ് ചെയ്യുന്നത്. നമ്മളുടെ ഈ പറയുന്ന ഒരു ഏജിന് അനുഗുണമായിട്ട്, പ്രായത്തിന് അനുഗുണമായിട്ട് വളർച്ച വരണമെന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് വൈകാരികതയുടെ തലങ്ങൾ, പ്രത്യേകിച്ചും ടീനേജിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കണം. വൈകാരികതയുടെ നമ്മൾ സാധാരണ ഇവിടെ നമ്മൾ ക്ലാസ്സുകളിലേക്ക് പറയും കോപ്പിംഗ് മോഡൽസ് എന്ന് പറയുന്ന സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കുറേ വൈകാരികതകളുണ്ട്. ദേഷ്യവും സഹതാപവും മറ്റു തരത്തിലുള്ള ഓരോ പല ഡിസിഷൻ മേക്കിംഗ് ഒക്കെ വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ തന്നെ ക്രമമായി രൂപപ്പെടുത്താൻ കഴിയുന്ന പ്രായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടീനേജ് ഭാഗത്ത് അത് കൃത്യമായും അതിനെ ക്രമപ്പെടുത്തുവാൻ കഴിയാതെ വൈകാരികതകളുടെ, അതായത് അനാവശ്യമായിട്ടുള്ള പല വൈകാരികതകളെയും നമ്മൾ ഉള്ളിലേക്ക് വല്ലാതെ അനാവശ്യമായി കടത്തി വിട്ടുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഇത് ദേഷ്യപ്പെടാനും കയർക്കുവാനും, നീ ആണെങ്കിൽ എൻ്റെ ജീവിതം തകർത്തതെന്ന് സ്വന്തം അമ്മയോട് നോക്കി മുഖത്ത് നോക്കി പറയാനുള്ള ശേഷിയാണോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക. അത് രൂപപ്പെടുത്തുവാൻ കഴിയുന്ന വൈകാരികത നിങ്ങളുടെ ഭാഷയിലാണ്. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷ ഇംഗ്ലീഷ് മലയാളമൊന്നുമല്ല, പിന്നെ ഇമോജിസിൻ്റെ ഭാഷയാണ്. ഇമോജിസിലുള്ള ഭാഷ ഒരുപക്ഷെ നമ്മുടെ അവയർനെസ്സിൽ എത്രത്തോളം അത് വളർത്തണമെന്നറിയില്ല. ആ ഭാഷയൊക്കെ നമ്മളൊരിക്കലും ഇവിടെ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഈ പറയുന്ന സംഗതികൾ ഒരു മെസ്സേജ് നമ്മുടെ മലയാളത്തിൻ്റെ നല്ല വാക്കുകളിൽ എഴുതി വയ്ക്കുന്നതിന് നല്ലത് ഇമോജിസുകളിൽ എന്തുകൊണ്ട് മെസ്സേജ് തീർത്തുകൂടാന്നുള്ളത് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. ഏറ്റവും കാണാനും ഇഷ്ടപ്പെടുന്ന അങ്ങനെ അറിയാൻ അതായത് 10,000-കണക്കിനല്ല ലക്ഷക്കണക്കിന് വരുന്ന ഇമോജിസുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ അർത്ഥത്തിൽ. അതിൻ്റെ തലം ഞാൻ മനസ്സിലാക്കിയത് ഒരു ഡ്രഗ്സിൻ്റെ ഇൻറ്റർവ്യൂസ്, അതായത് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരു കുട്ടി ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി ഞാൻ ആ സെൻറ്ററിലേക്ക് പോയാണ്. അപ്പോൾ അവർ കുറേ അക്രമമൊക്കെ കാണിച്ച് അതുകൊണ്ട് ആണ് ആ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിലാക്കിയത്. ചികിത്സയുടെ ഭാഗമാണ്. ഇതിൻ്റെ ഇടയിൽ തന്നെ ആരോഗ്യമാണ് ഡ്രീമിൻ്റെ ഭാഗമായിട്ട് ഒരു ചികിത്സാ സെൻ്ററുണ്ട്. അതിനെക്കുറിച്ച്